അമ്മ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ആ ദോശക്കരണ്ടിയാണ് നിന്ന് IPS ആക്കിയത്. നമ്മൾ വീട്ടിൽ നിന്നാണ് ഒരു ഇത് തുടങ്ങേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ. അപ്പോ ബോധവൽക്കരണം ശരിക്കും പേരൻസിനാണ് ആവശ്യം. നമ്മൾ എന്ത് വിചാരിക്കും സൈക്കാട്രി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റായിട്ട് ഒരു ചിന്ത ഉണ്ട്. മനോരോഗ വിദഗ്ധനെ കാണിക്കുന്നു. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? കുട്ടിയെ അതായത് അതൊരു നല്ല പ്രവണതയല്ല, അതുപോലെ പോലീസിന്റെ അടുത്തേക്ക് വരുന്നു, അതൊക്കെ നാട്ടുകാരെന്ത് വിചാരിക്കും? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ആളുകൾ. നമസ്കാരം. DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ്. നമ്മളിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകും? വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിവുണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ കുട്ടികളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അതേക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റിയ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. മറ്റാരുമല്ല, ഈ DDADന്റെ ഏകോപന ചുമതലയുള്ള DIG നമ്മുടെ സ്വന്തം അജിത ബീഗം മാഡമാണ്. മാം സ്വാഗതം. മാം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനുള്ളൊരു സമയമാണ് അല്ലേ? നമ്മൾ ഈ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പൊതുവേ നമ്മളെല്ലാവർക്കും ഒരു അവബോധമുണ്ട്. പക്ഷേ പല ആൾക്കാരും ഈ കുട്ടികൾ അതൊരു തരം വലിയൊരു ലഹരി തന്നെയാണ് അല്ലേ, ഡിജിറ്റൽ ലഹരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാതാപിതാക്കൾ പോലും അത്ര കെയർ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അത് പിള്ളേർ ഫോണ് കാണുന്നതല്ലേ എന്നുള്ളൊരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഈ DDADന്റെ ഒരു പ്രസക്തി. സോ നമുക്ക് ഈ DDAD പ്രോജക്റ്റ് എങ്ങനെ വന്നു എന്ന് ഞാൻ ആദ്യം പറയാം. സോ കോവിഡ് കാലത്ത് വി ഓൾ അണ്ടർസ്റ്റുഡ് ദറ്റ് ചിറിന്ന് ഒരു ഹെൽപ്പ് ലൈൻ ലോഞ്ച് ചെയ്തായിരുന്നു. കേരള പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 9497900200. ആ ഹെൽപ്പ് ലൈൻ ലോഞ്ച് ചെയ്യാൻ കാരണം തന്നെ ഡയൽ 112 നമ്മൾ പോലീസിൽ വിളിച്ചിട്ട് വീട്ടിലുള്ള പ്രശ്നങ്ങൾ, കുട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബിക്കോസ് കുട്ടികൾ വീട്ടിൽ തന്നെ ആയിപ്പോയി, സ്കൂളിൽ പോകുന്നില്ല, പുറത്ത് വേറെ ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല കോവിഡ് സമയത്ത്. ആൻഡ് പ്ലസ് അവരുടെ സ്കൂൾ എക്കോസിസ്റ്റം കംപ്ലീറ്റ്ലി മൊബൈൽ ഫോണിൽ ഷിഫ്റ്റായി. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പേരൻസും നിർബന്ധമായി കുട്ടികൾക്ക് മൊബൈൽ ഫോണോ അല്ല കമ്പ്യൂട്ടറോ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചു തരണം, ബിക്കോസ് അവരുടെ എഡ്യൂക്കേഷൻ അതിലൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു എക്സ്ക്യൂസായി. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ എല്ലാം, ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം ഫുള്ളി ഈ പ്രോബ്ലം ഉണ്ട്. കുട്ടികൾ ഓൾറെഡി ഈ ഒരു എക്കോസിസ്റ്റത്തിൽ അഡാപ്റ്റായി കഴിഞ്ഞു. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം കളിക്കും, ബിക്കോസ് കുട്ടികളല്ലേ, എന്ത് പറഞ്ഞാലും കുട്ടികളാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ ഇതിലേക്ക് വന്ന ശേഷം പിന്നെ സ്കൂൾ റീഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ പറഞ്ഞാൽ കുട്ടികൾ അതിൽ നിന്ന് പുറത്ത് വരുന്നില്ല, സ്കൂൾ റീഓപ്പൺ ആയി. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ ഒരു ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക്, എന്താ ഇനി ഞാൻ മൊബൈലിലേക്ക് പോകും അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് പോകും. അതൊരു വിഷയമായിട്ട് വന്ന് പരാതികൾ വരാൻ തുടങ്ങിയപ്പോഴത്തില്ലേ ആ സമയത്താണ് കേരള പോലീസിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഡിസ്ട്രിക്ട്സിൽ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 2023 മാർച്ചിലാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമുക്ക് 6 ഡിസ്ട്രിക്ട്സിൽ കേരളത്തിൽ വന്നത്. അപ്പോൾ ഈ സെൻറ്റേഴ്സ് ഫങ്ഷനിങ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിനാൽ വരെ നമുക്ക് ഓൾമോസ്റ്റ് 1700 കേസസ് ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇത് നമ്മൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ട്രാജക്ടറി എത്ര കേസുകൾ റിപ്പോർട്ട് ആവുന്ന ആ ട്രാജക്ടറി നോക്കിയാൽ ഐ ഫീൽ ദാറ്റ് അത് നല്ലതുപോലെ വർദ്ധിച്ചാണ് വരുന്നത്. അത് താഴോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സ്കോപ്പ് നമ്മളിപ്പോൾ കാണുന്നില്ല. ശരിക്കും ഈ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ പോലീസ് കാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയാണ്. അയ്യോ പോലീസ്, പിള്ളേരെ പണ്ട് ചോറൊക്കെ കൊടുക്കുമ്പോൾ പേടിപ്പിച്ചിട്ടുണ്ട്, പോലീസിനെ വിളിക്കും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഒരു പോലീസിനോട് വന്ന് ഇത് പറയണോ എന്നുള്ള അങ്ങനെ ഒരു. സോ അതാണ് ഇപ്പോൾ DDAD സെൻറ്റേഴ്സ് ഇത് പോലീസ് സ്റ്റേഷൻസിലല്ല പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ബേസിക്കലി അല്ല, പക്ഷേ പോലീസിനോട് നേരിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്ന് വായിച്ചിരുന്നു ഞാൻ. സോ ബേസിക്കലി നിങ്ങൾക്ക് സപ്പോസ് എൻ്റെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കൗൺസിലിങ്ങോ തെറപ്പിയോ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പേരൻസ് തിരിച്ചറിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡയൽ 112 ഡയൽ ചെയ്യാം. ഇത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അല്ല വേറെ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് നിങ്ങൾക്ക് കേസ് റെഫർ ചെയ്യാൻ പറ്റും. സോ ഡയൽ 112 വിളിക്കാം, അല്ലെങ്കിൽ ശരി ഹെൽപ്പ് ലൈനിൽ വിളിക്കാം. ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് 9497900200. അല്ല നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോവാം. അത് ഇത് എവിടെയാണെന്ന് വിവരം ലഭ്യമാക്കിയാൽ നിങ്ങൾക്ക് ഉടനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാലും കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് അല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്, നല്ല ട്രെയിൻഡ് ചൈൽഡ് സൈക്കോളജിസ്റ്റും ഒരു കേസ് വർക്കറും ഒരു പോലീസ് ഓഫീസർ ബട്ട് മഫ്തിയിലുണ്ടാവും ഇതിൻ്റെ ഒരു പോലീസ് കോർഡിനേറ്ററായിട്ട്. അപ്പോൾ ഇത് 3 അംഗം വരുന്ന ഒരു ടീമാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്.
സോ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഇതുപോലെ കേസസ് റെഫറായി വരുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് മാക്സിമം കൗൺസിലിംഗ് ആണ് ഫസ്റ്റ്. ബേസിക്കലി ഇതൊരു അഡിക്ഷൻ ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയലുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണല്ലേ. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ ഡു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോം ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ ഈ കൗൺസിലിംഗ് പറയുമ്പോൾ കുട്ടിക്ക് മാത്രമല്ല കൗൺസിലിംഗ്, ഫാമിലി ആസ് എ യൂണിറ്റ് ആണ്. ഫാമിലി തെറപ്പി, ഫാമിലി കൗൺസിലിംഗ്, ബിക്കോസ് ഫാമിലി ഷുഡ് കം ടുഗെദർ ഇൻ ദിസ്. ഇതൊരു പ്രശ്നം മനസ്സിലാക്കിയാൽ എല്ലാവരും ഒരുമിച്ച് വരണം. ഇറ്റ്സ് എ ടീം വർക്ക്. ഇഫ് സപ്പോസ് ഞാൻ ഇന്ന് ഓൾറെഡി 6 to 8 hours മൊബൈൽ ഫോൺ കാണുന്ന കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പേരൻസ് വന്നായിരുന്നു, ഒരൊറ്റ മോനേ ഉള്ളൂ, അവന് അത്യാവശ്യം പഠിക്കുന്നുണ്ട്. ബട്ട് എന്താ പറഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ 3 മണിയായാൽ കയറി കഥ അടയ്ക്കും. പിന്നെ രാത്രി ഉറങ്ങുന്നത് 2 മണി 3 മണിക്കാണ്. അത് പേരൻസിന് പോലും അറിയില്ല, പുറത്ത് വരത്തേയില്ല, വീട്ടിൽ വന്ന് ഭക്ഷണം എടുക്കും, അതും കമ്പ്യൂട്ടറുടെ അടുത്ത് തന്നെ ലാപ്ടോപ്പ് ഉണ്ട്. സോ വേറെ ഒരു ആക്ടിവിറ്റീസിലും അവൻ താല്പര്യം കാണിക്കുന്നില്ല. ഇവർ പുറത്തൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ എൻറോൾ ചെയ്ത് നോക്കി ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസസ് ആണ്. ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അവൻ ഓൾറെഡി 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രശ്നം എന്താ പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ സയൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവീൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ DDAT സെൻറ്റേഴ്സിൽ കൗൺസിലിംഗ് മാത്രമല്ല, ദേ ഓൾസോ ഡു എ ലോട്ട് ഓഫ് അവയർനെസ് സെഷൻസ്. സോ റെസിഡൻഷ്യൽ ഏരിയാസിൽ റെസിഡൻസ് അസോസിയേഷൻസുമായി ടൈപ്പ് ചെയ്ത് സ്കൂൾസ് കോളേജസിലെ എല്ലാ സ്ഥലങ്ങളിലും അവർ അവയർനെസ് സെഷൻ ചെയ്യുന്നുണ്ട്. സോ അവരുടെ അവയർനെസ് സെഷൻ നമ്മൾ യൂട്യൂബിലും ഉണ്ട്. സോ നിങ്ങൾ ആദ്യം ഇതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇനീഷ്യലി തന്നെ ഒരു ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് കുട്ടിക്ക് ആ സമയം തന്നെ ഇത് വലിയ അഡിക്ഷൻ ആയിട്ട് മാറുന്നതിനെക്കാട്ടിലും മുമ്പ് തന്നെ ചെറിയ പോലെ ഒരു പ്രശ്നമായിട്ട് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം. ഇപ്പോൾ എങ്ങനെ ഒരു നോർമൽ ഒരു എന്തെങ്കിലും നമുക്ക് വേദന, വയറുവേദനയോ തലവേദനയോ വരുമ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? ഇതൊരു സിംറ്റമാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് അതിലുണ്ടായ മെഡിസിൻ നമുക്ക് തരണം. അതേപോലത്തെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചില കേസുകളിൽ നമ്മൾ തന്നെ ഓൾമോസ്റ്റ് 175 കേസസിൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് DDAT ബ്ലൂ വെയിൽ ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല. സോ ഗെയിം അഡിക്ഷൻ ഇസ് ഓൾസോ വെരി ബിഗ് പ്രോബ്ലം. മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിൽ എന്ത് കണ്ടന്റ് അവർ കാണുന്നുണ്ട്, അല്ലേ? സോ ചില കുട്ടികൾ ഗെയിംസ് ആയിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാൽ സ്കൂളുകളിൽ ഫയർഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് കേരളത്തിൽ ഭയങ്കര പോപ്പുലർ. പിന്നെ അത് കൂടാതെ ഈ മൈൻഡ് ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ അഗരയോ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിംസ് ഉണ്ട്. ഇതൊക്കെയാണ് കുട്ടികളുടെ ഫേവറേറ്റ് ഗെയിംസ്. പിന്നെ PUBG ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ ഭയങ്കര വയലൻസ് ഉപയോഗിക്കുന്ന ഗെയിംസ് ആണ്. വെരി വെരി ട്രൂ. അതിനകത്ത് ഒരു ഏജ് ലിമിറ്റും ഉണ്ട്. അത് പേരൻസ് ശ്രദ്ധിക്കണം. ബേസിക്കലി പേരൻസ് ആണ് ഇതിനകത്ത് വലിയ റോൾ പ്ലേ ചെയ്യുന്നത്. സ്കൂൾ കഴിഞ്ഞിട്ട് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസും നിരീക്ഷണം കൊടുക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. സോ ഈവൻ അവർ ഒരു കണ്ടന്റ് മൊബൈൽ ഫോൺ മറ്റേ ഗെയിംസ് വിട്ടേക്കുക, ദാറ്റ് ഇസ് 1 കാറ്റഗറി. ദേ ആർ ജസ്റ്റ് സ്ക്രോളിങ് ഇൻ സോഷ്യൽ മീഡിയ എന്ന് വയ്ക്കുക. റീൽസ് കാണുന്നു. ഇപ്പോൾ നിങ്ങളും ഞാനും റീൽസ് കാണുന്നു, പേരൻസ് ഉൾപ്പെടെ എല്ലാവരും റീൽസ് ആണ് ഇപ്പോൾ. അപ്പോൾ റീൽസിൽ എന്ത് കണ്ടന്റാണ് അവർ കാണുന്നത് നമുക്കൊരു കൺട്രോൾ ഇല്ല. ഈവൻ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിലും യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ ക്യൂറേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അഡൽട്ടിൻ്റെ യൂട്യൂബ് കണ്ടന്റ് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് OTTയിൽ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അമേസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോലത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലും ഒരു മൂവിയോ ഒരു സീരീസോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഏജ് പറഞ്ഞിട്ടുണ്ട്. ആ ഏജ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സോ നമുക്ക് പാരന്റ്സ് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മാം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇതെന്താ പറഞ്ഞാൽ നമ്മൾ അവരുടെ അവരുടെ ചെറുപ്പകാലം നഷ്ടപ്പെടുകയാണ്. ദേ ആർ ബിക്കമിങ് അഡൾട്ട്സ് അറ്റ് എ വെരി യങ് ഏജ്. ഞാനിങ്ങനെ പറയായിരുന്നു, ഒരു പുറത്ത് മഴയാണ്, നമ്മളൊക്കെ മഴയൊക്കെ എന്ത് ആസ്വദിച്ചിട്ടുണ്ട്, അല്ലേ? കുട്ടികൾക്കിപ്പോൾ അങ്ങനെ ഒരു ആസ്വാദനമോ പുറം ലോകമായിട്ട് അവർക്കൊരു ബന്ധമില്ല. നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്, അപ്പോഴും അവർ ആ കുട്ടികൾ ആരാണ് എത്തിയെന്നൊന്നും മുഖമുയർത്തി നോക്കാറ് പോലുമില്ല. പലപ്പോഴും ഏത് വീട്ടിൽ കയറി ചെല്ലുമ്പോഴും ഫോണിൽ തന്നെ നോക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. സമൂഹമായിട്ടുള്ളൊരു റിലേഷൻ അവർക്ക് അവിടെ കട്ടാവുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ I would definitely say schools to some extent and parents to a large extent and the community as നമുക്ക് അവർക്ക് ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടെ ചെറുപ്പകാലം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലത്തെ ഒരു എക്കോ സിസ്റ്റം എടുക്കാൻ. നമ്മുടെ ചെറുപ്പകാലത്ത് ഗാഡ്ജറ്റ്സ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഗാഡ്ജറ്റ്സ് ഉണ്ട്, ബട്ട് നമ്മളൊരു ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാവണം. ശരി, ഒരു ഫാമിലി ടൈമായിട്ട് എല്ലാവർക്കും 1 മണിക്കൂർ ഗാഡ്ജറ്റ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് നമ്മൾ എടുത്താൽ നമുക്ക് ഈവൻ കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഓൺലൈൻ
അഡിക്ഷനിൽ പേരൻസ് ഡ്രാസ്റ്റിക് ആയിട്ട് സ്റ്റെപ്പ് എടുക്കുമ്പോൾ സൂസൈഡ് കേസസ് വരെ റിപ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സൂസൈഡ് കേസസിൻ്റെ ഒരു പഠനം DG സർ പറഞ്ഞിട്ട് നടത്തിയായിരുന്നു. അതിനകത്ത് ഇങ്ങനത്തെ കേസുകളും ഉണ്ട്. ഓൾമോസ്റ്റ് 18ഓളം കേസസ് ഈ ഓൺലൈൻ ഗാഡ്ജറ്റ് അഡിക്ഷൻ ആണ് വൺ ഓഫ് ദ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഫോർ സൂസൈഡ്. സോ നമുക്ക് അത് വളരെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ കുട്ടികളാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാം ഗ്രാജുവലായിരിക്കണം. ഇപ്പോൾ DDAD സെൻറ്ററിലും അവർ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വന്നതാൽ കുട്ടി ശരിയാവുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇതൊരു 3 months 6 months പ്രോസസ്സാണ്. അഥവാ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ ചൈൽഡ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ പിന്നെയും നീളാൻ ചാൻസ്. യെസ്. So we have to see at what stage the child is, what level the addiction is. Is it like 8 hours, 10 hours? Suppose gadget illa engil kutti violent avunu, adalla parna adu extreme addiction aanu. So oru cheriya coping mechanism korchu neram kalichal pinna vera kaanichal pinna kutti okay aanengil, these are all beginning steps. So nammal oru life korchu kude disciplined aakanam, adana idinathu pradhanam. Ipo school vittu vannu parna kuttile vera reethil engage cheyanulla activities undavana. അപ്പോൾ അതിന് നമുക്ക് സമയം വേണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നു. കളിസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അതൊരു വലിയൊരു ഫാക്റ്റ് അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെ ഒരു സൈഡിൽ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് പണ്ടൊക്കെ കളിക്കാൻ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വലിയൊരു ഇതുണ്ട്. ബട്ട് ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് വി ഹാവ് ടു എൻഗേജ് ദം. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇല്ലാന്ന് പറയുമ്പോൾ അവർ വെറുതെ ഇങ്ങനെ കൈകെട്ടിയിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? സോ വി ഹാവ് ടു എൻഗേജ് ദം. അവരുടെ സമയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കി അവർക്ക് കൊടുക്കണം. അവരുടെ കൂടെ തന്നെ നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവണം. അവരുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ നമ്മൾ ഒപ്പം ഉണ്ടാവണം. ഇറ്റ്സ് എ വെരി ബിഗ് ചാലഞ്ച്. ആസ് എ പേരന്റ് എനിക്കും ഒരു ചാലഞ്ചാണ്. ടൈം കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോഴും ഇപ്പൊ ലീവ് അല്ലേ, അപ്പോൾ പോണോ, ഇന്ന് ഓഫീസ് വർക്കിംഗ് ഡേ ആണ്, ഞാൻ പോയേ പറ്റും. സോ സർട്ടൻ തിങ്സ് ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ, എന്തുകൊണ്ട് അമ്മ പോകുന്നു ഈ സമയത്ത്, ലീവ് അല്ലേ, എൻ്റെ കൂടെ ഇരിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നും. സോ വി ഹാവ് ടു കോപ്പ് ദിസ് അപ്പ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 7:30 8 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉറക്കം വരും, ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് എന്നാലും ആ സമയത്ത് നോ ഗാഡ്ജറ്റ്സ്. ഇരുന്ന് ഒരുമിച്ച് ഒരു 4 ബുക്സ് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തൊക്കെയായി നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. കുട്ടികൾ എന്ത് ഗ്രോ ത്രൂ ചെയ്യുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാറേ ഇല്ല. സ്കൂളുകളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഓക്കെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു, പുറത്ത് ക്ലാസ്സിൽ പോയായിരുന്നു, അവിടെ എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ ആ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. പല പാരന്റ്സും നമ്മൾ ഈ ജോലി സ്ഥലത്തെ സ്ട്രെസ് മൊത്തം കുട്ടികളോട് കാണിക്കുന്നത്. ഇത്രയും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാമോ എന്നൊക്കെ ഒരുപാട് പാരന്റ്സിന്റെ ഭാഗത്ത് ഒത്തിരി ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചും കൂടെ വി ഹാവ് ടു ബി വെരി മൈൻഡ്ഫുൾ. കുട്ടികൾ എന്താ പറഞ്ഞാൽ കുട്ടികൾ ആർ നത്തിങ് ബട്ട് റിഫ്ലക്ഷൻ ഓഫ് വാട്ട് പേരൻസ് ആർ. ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ നമ്മൾ ആസ് എ യൂണിറ്റ് ഹസ്ബൻഡും വൈഫും ഗ്രാൻഡ് പേരൻസും എല്ലാം ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടി ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് പേരൻസ് വുഡ് ഹാവ് യൂസ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഇൻ ദ ഹൗസ്. സോ വി ആർ നത്തിങ്, കിഡ്സ് ആർ നത്തിങ് ബട്ട് റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി ആർ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പല കുട്ടികളോടും പലരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എത്ര പറഞ്ഞിട്ട് ഇവൻ ഫോൺ മാറ്റി വെക്കുന്നില്ല. പക്ഷെ അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഫോൺ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് ഒരു ഇത് തുടങ്ങേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ബോധവൽക്കരണം ശരിക്കും പേരൻസിനാണ് ആവശ്യം. പാരന്റ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പാരന്റ്സ് ആണ് മെയിൻ ആയിട്ട് കേൾക്കേണ്ടത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം, ഇപ്പോൾ ഇവിടെ സമീപിക്കുന്ന ആൾക്കാരല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി പറഞ്ഞതുപോലെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിലോ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് നമ്മൾ സ്വാഭാവികമായും ക്രിയേറ്റ് ചെയ്യണം. അത്തരത്തിൽ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. നമ്മുടെ സോഷ്യൽ പോലീസിങ് ഡിവിഷൻ ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ട് കേരള പോലീസിൽ. അപ്പോൾ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ഈ ഡ്രഗ് അവയർനെസ്, അതായത് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഈ സൈബർ അഡിക്ഷൻ്റെ അവയർനെസ്സും സൈബർ ഡേഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു പദ്ധതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ SPC നിങ്ങൾക്കറിയാം, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, അത് നമുക്ക് ഓൾമോസ്റ്റ് 1000-ഓളം സ്കൂളുകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് സ്കീംസ് ഓൾറെഡി ഉള്ള സ്കൂളുകളിൽ നല്ല രീതിയിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ബട്ട് ഈ പ്രൈവറ്റ് സ്കൂൾസ് അവിടെയൊക്കെ തീരെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഗവൺമെൻറ് ഏജൻസീസിൻ്റെ ഒരു അവയർനെസ് ക്ലാസ്സുകളോ അല്ല ഈവൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ് മറ്റേ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും അവയർനെസ് അവരുടേതായിട്ട് ചെയ്യുന്നു. ബട്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ കുറേ ഫേമസ് പ്രൈവറ്റ് സ്കൂൾസിൽ പോലും കിട്ടുന്നില്ല. സോ വെദർ ഇറ്റ് ഇസ് എ ഗവൺമെൻറ് സ്കൂൾ ഓർ പ്രൈവറ്റ് സ്കൂൾ, എല്ലാ സ്കൂൾസിലും നിർബന്ധമായിട്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടാവണം എന്നാണ് ഓൾ ഓവർ ദ സ്റ്റേറ്റ് DG സാറിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം
എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ SPG ഫോം ചെയ്തിട്ടുണ്ട്. SPG എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയാണ്. അതിനകത്ത് PTA മെമ്പേഴ്സ് ഉണ്ടാവും, ഒരു കോർഡിനേറ്റർ, സ്കൂളിൻ്റെ തന്നെ ഒരു ടീച്ചർ ഉണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും, പിന്നെ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് സ്റ്റുഡൻസ് തന്നെ അതിനകത്ത് പ്ലസ് സ്കൂൾ പരിസരത്തുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഉണ്ടാവണം എന്നാണ്. ഒരു ഓട്ടോറിക്ഷ യൂണിയൻ ഉണ്ട് പുറത്ത്, അവരുടെ ആ യൂണിയൻ്റെ പ്രതിനിധികൾ ഉണ്ടാവണം. തൊട്ടടുത്ത് കുറേ ഷോപ്സ് ഉണ്ട്, ആ ഷോപ്സിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാവണം. ആ സ്കൂളിന് പറയുന്നത് ഒരു സ്കൂളിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രിമൈസസും അത് ചുറ്റിലുള്ള ആളുകളെല്ലാം സ്കൂളിൽ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് SPG. അപ്പോൾ SPGയിൽ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ പോലീസുമായിട്ട് ഡെഫിനറ്റ്ലി ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാസ്റ്റർ ട്രെയിനിങ് കോഴ്സ്, ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സ് പോലെ സൈബർ അവയർനെസ്സിനെ കുറിച്ചിട്ടും ഡ്രഗ് അബ്യൂസ്, ഈവൻ പോക്സോ, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ഇങ്ങനത്തെ ക്ലാസ്സുകളെല്ലാം ഈ ടീച്ചർക്ക് നമ്മൾ കൊടുക്കുന്നു. ആ ടീച്ചറെ കൊണ്ട് നമ്മൾ മാക്സിമം എല്ലാ കുട്ടികൾക്കും പേരൻസ്ക്കും ഈവൻ സ്കൂളിൽ ചുറ്റിലുള്ള ആളുകൾ കമ്മ്യൂണിറ്റിക്കും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ അത് ലാസ്റ്റ് മീറ്റിംഗിൽ ഞാൻ ആക്ച്വലി പ്രപ്പോസൽ തന്നിട്ടുണ്ട്, അത് കോളേജസിലും വരണം. തീർച്ചയായിട്ടും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. സോ ഈവൻ റാഗിങ് പോലത്തെ ഇഷ്യൂസ് നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്നു, ക്യാമ്പസിൽ യൂസ് ഓഫ് ഡ്രഗ്സ് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനും അവിടെ ഒരു അവയർനെസ് ജനറേഷൻ, അവയർനെസ് ഇതൊക്കെ അഡൽട്സ് ആണ്, സെക്ഷൽ അബ്യൂസും ഉണ്ടാവാം ക്യാമ്പസിൽ. സോ ഇതൊക്കെ ദേ ആർ അഡൽട്സ്. സോ സ്കൂളിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് അല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സോ പോലീസിന് അവിടെ സോഴ്സ് കിട്ടണം, ഇൻഫർമേഷൻ കിട്ടണം. ആ രീതിയിൽ ഒരു കോളേജിലൊരു ബന്ധം ഉണ്ടാവണം. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഇത് കേരളത്തിലുള്ള എല്ലാ സ്കൂൾസിലും എല്ലാ കോളേജസിലും നിർബന്ധമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിലൊരു അവയർനെസ്സും ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഈ വെറും മാം പറഞ്ഞ പോലെ 1700 സംതിങ് കേസസ് ആണ് ഇതുവരെ 2023 തുടങ്ങിയ ശേഷം വന്നത്. പക്ഷെ അത്ര കേസുകളല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം വരേണ്ടത്. അതൊരു ചെറിയ സംഖ്യയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ആളുകളിലേക്ക് ഇത് സ്വാഭാവികമായും എത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോലും തയ്യാറായത്. മാം ഈ പറഞ്ഞതുപോലെ ഈ 6 സെൻറ്റേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ സെന്റേഴ്സിൽ അതായത് ആവശ്യം വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്തത് Yes, we have sent a proposal to the government already. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ സെന്റർ ഓപ്പൺ ചെയ്യണം പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അത് വെരി സൂൺ അത് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഈ സെന്റർ കൂടാതെ പോലീസിൻ്റെതായിട്ടുള്ള ഒരു കൗൺസിലിംഗ് മെക്കാനിസം എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓൾറെഡി ഉണ്ട്. ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റേഴ്സ് DCRC എന്ന് പറഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് 4 or 5 കൗൺസിലേഴ്സ് ഉള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ്. ബട്ട് അവർ ചിലപ്പോൾ അതിനകത്ത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് എക്സ്പെർട്ടൈസ് ഉള്ളവർ കാണില്ല. ബട്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തീർച്ചയായിട്ടും എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ട്. ഈ 6 ഡിസ്ട്രിക്ട്സിൽ പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചിൻ, തൃശ്ശൂർ, കോഴിക്കോടും കണ്ണൂർ. സോ ഈ 6 ഡിസ്ട്രിക്ട്സിലാണ് ഇപ്പോൾ നിലവിൽ DDAT സെൻറ്റേഴ്സ് പ്രവർത്തിച്ചു വരുന്നത്. DCRC എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിലുടനീളം പലതരത്തിലുള്ള ആളുകൾക്കും ഈ ആവശ്യം എന്തായാലും ഉണ്ടാവും, ഞങ്ങളുടെ കുട്ടികളെ നേരെയാക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്ര ഇതിൽ പരിമിതപ്പെട്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ ഇതില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ്? യെസ്, ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ പ്രോബ്ലി ഈവൻ നമ്മുടെ സെൻറ്റേഴ്സിലെ ഒത്തിരി ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദർ ആർ ഓൺലി 3 people there in the center. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഇപ്പോൾ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ റീസെൻ്റ്ലി കുടുംബശ്രീയുടെ സ്നേഹിതാണ് ഒരു കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് ഓരോരോ സബ് ഡിവിഷണൽ ഓഫീസിലും, ഇപ്പോൾ ഒരു ജില്ലയിൽ ഇപ്പോൾ ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 6 സബ് ഡിവിഷൻസ് ഉണ്ട്, ഇപ്പോൾ നെയ്യാറ്റിങ്കര. അപ്പോൾ അങ്ങനെ ഓരോരോ സബ് ഡിവിഷനിലും ഒരു സ്നേഹിത കൗൺസിലറിനെ അവർ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീ വഴി. സോ നമുക്ക് ആക്ച്വലി എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആവശ്യം വരുമ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഹെൽപ്പ്, യു ഷുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഇത് ശരിക്കും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞുള്ള ഒരു അവയർനെസ് വേണം. ഇപ്പോൾ ഗവൺമെൻറ് സിസ്റ്റം മാത്രമല്ല, ഈവൻ പ്രൈവറ്റ് എത്ര ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് വിചാരിക്കും, സൈക്യാട്രി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റായിട്ട് ഒരു ചിന്ത ഉണ്ട്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, കുട്ടിയെ അതായത് അതൊരു നല്ല പ്രവണതയല്ല, അതുപോലെ പോലീസിന്റെ അടുത്തേക്ക് വരുന്നു, അതൊക്കെ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ That has to change. We have to intervene at the right time, and that too we have to intervene at the beginning itself. അതാണ് ഇതിനകത്ത് ക്രക്സ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റീച്ച് ഔട്ട് ടു ഈവൻ എ പ്രൈവറ്റ് ഏജൻസി ഓർ ദ ഗവൺമെൻറ്. ഈവൻ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് വരെ നമുക്ക് സൈക്യാട്രിസ്റ്റ് ഉണ്ട്.
മെഡിക്കൽ കോളേജസിലെല്ലാം സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ചൈൽഡ് സൈക്കാട്രിസ്റ്റ് വരെ ഉണ്ട്. സോ വി ഹാവ് ടു റീച്ച് ഔട്ട് ടു എനി ഓഫ് ദീസ് മെക്കാനിസംസ് ഫോർ ഹെൽപ്പ്. അതെ, നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നു, ഞങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ട് ഓരോ കുട്ടികളെയും, പക്ഷേ ഏറ്റവും കൂടുതലായി നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം, കുട്ടിയുടെ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. പക്ഷേ പല പാരൻസും അതവർ ഇനീഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തിരക്കുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. സോ ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഒരു വീടാകുമ്പോൾ അതിൽ ചുറ്റിലും ഒരു കമ്മ്യൂണിറ്റിയാണ്. വീടിന് പറയുന്നത് ഒരു വീടല്ല, ഒറ്റപ്പെട്ട് പോകുന്ന ഒരു വീടല്ല. ഇപ്പം ചുരുങ്ങിപ്പോയി. ഇപ്പം അച്ഛൻ അമ്മ കുട്ടിയല്ല, അത്രയേ ഉള്ളൂ. അച്ഛനൊക്കെ അവർ നാട്ടിൽ കാണും, അവർ സിറ്റീസിൽ കാണുമില്ല. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ വീട്ടിലില്ല എങ്കിലും നമ്മൾ കുട്ടികളെ കാണാൻ വേണ്ടി, കുട്ടികളെ ഉപദേശിക്കാൻ വേണ്ടി, കുട്ടികൾ തെറ്റ് ചെയ്ത് ഉടനെ ഇൻ്റർവീൻ ചെയ്യണ്ടേ. ആ ഒരു കൊട്ടെന്ന് പറയും തമിഴിൽ, അത് മലയാളത്തിൽ അത് തന്നെയാണോ എന്നറിയില്ല. ആ കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ നന്നാവുമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ബട്ട് ഇപ്പം നമ്മളത് പറയാൻ പറ്റത്തില്ല, കുട്ടികളെ അടിക്കാനോ ഉപദ്രവിക്കാനോ പറ്റത്തില്ല. പക്ഷെ അതും ഇപ്പോൾ മാറി, ഇപ്പോൾ തിരിച്ചു വരികയാണ്, അതൊക്കെ മാറണം എന്നുള്ള തരത്തിൽ ചർച്ചകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കാരണം അടി കിട്ടിയാലേ എല്ലാം നേരെ ആവുള്ളൂ എന്നുള്ളത്. സോ അടി കിട്ടണമെന്നില്ല, ആ റൈറ്റ് ടൈമിൽ നമുക്ക് ഇന്റർവീൻ ചെയ്ത് ഇത് തെറ്റാണെന്ന് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്താൽ, അത് റീഇൻഫോഴ്സ് ചെയ്താൽ ആ ഒരു ബിഹേവിയർ വരും. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തും നിങ്ങളുടെ ചെറുപ്പകാലത്തും നോക്കിയാൽ അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും ചിലപ്പോൾ നല്ല വഴക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓടി, സപ്പോസ് അവൾ എന്നിങ്ങനെ നുള്ളിയിട്ട് പോയാൽ ഞാൻ വിടത്തില്ല. ഒരു അരമണിക്കൂർ അവൾ ഓടിച്ച് അവൾ നുള്ളിയിട്ട് ഞാൻ ശരിയാവത്തുള്ളൂ. അപ്പം അമ്മ ഇതിനെ കണ്ട, അമ്മ സപ്പോസ് ദോശ ഉണ്ടാക്കുന്നു നിൽക്കുക, അപ്പം അങ്ങ് അവിടെ നിന്ന് ഒരു ഫ്ലൈയിങ് മിസൈൽ ഇങ്ങനെ വരും. എന്താണെന്ന് നോക്കിയാൽ അമ്മയുടെ ദോശ കറണ്ട് അത് വന്ന് എവിടെ അറ്റാക്ക് ചെയ്യുമെന്ന് നോക്കാറില്ല. അപ്പം ഞങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നല്ല കുട്ടികളായിട്ട് ഇരുന്ന് നല്ലതായിട്ട് ഹോംവർക്ക് ചെയ്യും, അത് കിട്ടുന്നത് വരെ. അപ്പം അമ്മ പറയും, എൻ്റെ ദോശ കറണ്ടിക്ക് എത്ര ഒരു ഭയങ്കര പവറാണ്. അപ്പൊ ഈ അടുത്ത് നമ്മൾ അമ്മ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ആ ദോശക്കരണ്ടിയാണ് നിന്ന് IPS ആക്കിയത്. So but now we can't take that step. Probably as a child I don't know, parents cannot beat me, it is a criminal offense actually. അത്ര വേദന ഒന്നുമില്ല, ഇറ്റ്സ് അബൌട്ട് എ പാർട്ട് ഓഫ് ദ പാരന്റിങ്. ബട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ try and maintain a discipline inside the house. അപ്പോൾ നമ്മൾ കൂടുതൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ചാണ്. സ്റ്റിക്ക് പറയുമ്പോൾ ബീറ്റിംഗ് ഇല്ല. ഇഫ് സപ്പോസ് ഇത് ചെയ്തില്ല എങ്കിൽ ഐ വുഡ് ഹെൽപ്പ് യു വിത്ത് ദിസ്, അല്ല നിന്റെ ആഗ്രഹം എന്തെങ്കിലും വാങ്ങിച്ചു തരണം പറഞ്ഞാൽ അത് ഡിലേ ചെയ്ത് നല്ലതൊക്കെ ചെയ്യിപ്പിച്ചെടുത്തിട്ട് പിന്നെ അത് റിവാർഡായിട്ട് തരണം. അങ്ങനെ ചില ടെക്നിക്സ് നമ്മളിപ്പോൾ പേരൻസ് ആയിട്ട് പഠിച്ചു വരുന്നു. എന്തായാലും അവസാനമായിട്ട് പോലീസ് ആൻറ്റിക്ക് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് പറയാനുള്ളത്, so this is your childhood, this is the best part of your life. ബിക്കോസ് നമ്മൾ അഡൽട്ട്സ് ആയി കഴിയുമ്പോൾ പിന്നെ യു ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് ചിന്തിക്കാനും ചെയ്യാനും. ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയമാണ് ഇത്. സോ ഇതിൽ യു ഹാവ് ടു എക്സ്പ്ലോർ മാക്സിമം. ദ വേൾഡ് ഇസ് സോ ബ്യൂട്ടിഫുൾ, ദ വേൾഡ് ഇസ് സോ ഫുൾ ഓഫ് അഡ്വെഞ്ചേഴ്സ്. സോ യു ഹാവ് ടു എക്സ്പ്ലോർ ഓൾ ദ ഗുഡ് തിങ്സ് വിച്ച് ആർ അവൈലബിൾ ടു യു ഫ്രം ദിസ് അമേസിംഗ് വേൾഡ്. And always remember one thing, your parents will always think in your best interest. Adu oru karanam vechalum you should never forget that. So if they are trying to discipline you, if they are trying to tell you something, it's all in your best. Nobody else will think in your best interest, but his first thing will be your parents. Always believe in them, and parents also should be very, very supportive. You should be mindful about what are the concerns that the children have. Sometimes I feel that nammal over pressurize cheyyunundo ennu enikku oru thonal chelapo undavarundu. So we have to take an intermediate approach. ആ കുട്ടികളുടെ ടാലൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് കൊടുത്ത് അവരുടെ ടാലൻസ് അവർ തിരിച്ചറിയാനും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതൊരു സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ആയിരിക്കണം. വെറുതെ നമ്മൾ മുകളിൽ നിന്ന് ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാറില്ല. So parents and kids together, we have to try and bring an amazing environment for the child to grow, a safe and secure place for the child to grow. Thank you. തീർച്ചയായിട്ടും ഈ കാക്കി കണ്ട് ആരും ഭയപ്പെടേണ്ട, ഈ കാക്കിക്കുള്ളിൽ ഒരു കരുതലുണ്ട്. സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ നമ്മുടെ പോലീസ് നോക്കിക്കോളും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഭാവി എന്നുള്ളത് ആരും മറക്കാതിരിക്കും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Nice to meet you.